ഞങ്ങൾക്കങ്ങനെ ഒരു സമീപനമില്ല. സോഷ്യൽ മീഡിയയിൽ സോ കോൾഡ് ലെഫ്റ്റ് ഹാൻഡിലുകൾ ഏതെങ്കിലും അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ എന്നത് നോക്കിയിട്ട് എൻ്റെ മേൽ ചൂണ്ടരുത്. CPIM എന്ന പാർട്ടി, DYFI എന്ന ഓർഗനൈസേഷൻ ഞങ്ങളുടെ രാഷ്ട്രീയ വിയോജിപ്പുള്ള ആരുടെയെങ്കിലും കുടുംബത്തിനു നേരെ വ്യക്തിപരമായ ആക്രമണം നടത്തിയ ഒരു സന്ദർഭം ചൂണ്ടിക്കാണിത്തരും. വീണ്ടും VT ബൽറാമിലേക്ക് പോവുകയാണ്. അന്തരിച്ചു പോയ AKജിയെ വളരെ മോശമായി ചിത്രീകരിച്ചത് ഏതെങ്കിലും ഒരു സൈബർ ഇടത്തിലെ കോൺഗ്രസ് മുഖമുള്ള ഒരാൾ ചെയ്യുകയും പിന്നീട് VT ബൽറാം എൻഡോഴ്സ് ചെയ്യുകയും ചെയ്ത കാര്യമല്ല. VT ബൽറാം തന്നെ പൈലറ്റ് ചെയ്യാണ്. ഞങ്ങളുടെ എല്ലാം കയ്യിൽ, ഞങ്ങളുടെ എന്ന് പറഞ്ഞാൽ അന്ന് ഞങ്ങളുടെ കൂട്ടത്തിലുണ്ടായിരുന്ന MLA-മാരുടെ കയ്യിൽ അന്നത്തെ നിങ്ങളുടെ മുഖ്യമന്ത്രിയുടെ എല്ലാം തന്നെ മകളുടെയും മകൻ്റെയും പല കാര്യങ്ങളും കൊണ്ട് ക്യൂ നിന്ന ആളുകൾ കൊണ്ടുവന്നല്ലോ. എന്താ ലെഫ്റ്റ് എടുത്ത നിലപാട്? അന്ന് CPIM-ൻ്റെ സംസ്ഥാന സെക്രട്ടറിയുടെ പേര് പിണറായി വിജയൻ എന്നാണ്. എന്താ അദ്ദേഹം വ്യക്തിപരമായി എടുത്ത നിലപാട്, പാർട്ടി എടുത്ത നിലപാട്? മക്കളെ വെച്ചല്ല രാഷ്ട്രീയം കളിക്കേണ്ടത്. ഇതായിരുന്നു ഒറ്റ വരി. നിങ്ങൾ ആലോചിച്ച് നോക്കൂ. ഇവരെ പലരും വിളിക്കുന്നത്, ഇപ്പോൾ റാപ്പിഡോ എന്ന് പറയുന്ന ആപ്പ് ഇവരെ വിളിക്കുന്നത് ക്യാപ്റ്റൻസ് എന്നാണ്. ഇവർ സിഗിയോസ് മറ്റോ വിളിക്കുന്നത് നമ്മുടെ പാർട്ട്നേഴ്സ് എന്നാണ്. അവർ ലേബറല്ല. ഇവർക്ക് ഒരു ആനുകൂല്യമില്ല. പ്രയോഗത്തിലെ സൗന്ദര്യം എന്ന് പ്രയോഗത്തിലെ സൗന്ദര്യം മാത്രമേ ഉള്ളൂ. AR റഹീം MP ആണ് ദ ക്യൂ അഭിമുഖത്തിൽ. സ്വാഗതം. നമസ്കാരം. കഴിഞ്ഞ 3 വർഷമായി രാജ്യസഭാ അംഗമാണ്, ഒപ്പം ദേശീയ അധ്യക്ഷനാണ് DYFI-യുടെ. റഹീം ഉൾപ്പെടെയുള്ള ആളുകളുടെ ഒരു ചുമതലക്കാലം എന്നുള്ളത് ടെക്നോളജി ഏറ്റവും അപ്ഡേറ്റ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു സമയം നിലക്കായിരിക്കുമല്ലോ. അപ്പോൾ ഏതുതരം രാഷ്ട്രീയത്തെയാണ് അഡ്രസ്സ് ചെയ്യേണ്ടത് എന്നുള്ളത് ഒരു മാറ്റം സംഭവിക്കുന്നുണ്ട് ഈ കാര്യത്തിൽ? മാറ്റം തീർച്ചയായിട്ടും ഉണ്ട്. അനുദിനം മാറുകയാണല്ലോ. ഏറ്റവും പ്രധാനപ്പെട്ട ചലഞ്ച് എന്ന് പറയുന്നത് പുതിയ തലമുറയുടെ ആസ്വാദനത്തിൻ്റെ രീതികൾ മാറുകയാണ്. അപ്പോൾ അവരുടെ ഇൻട്രസ്റ്റുകൾ, പ്രയോറിറ്റികൾ മാറുകയാണ്. അവിടെ നമ്മൾ എങ്ങനെയാണ് ഫിക്സ് ചെയ്യേണ്ടത്, നമ്മുടെ ഒരു പൊളിറ്റിക്കൽ ക്യാമ്പയിൻ എങ്ങനെയാണ് പെനിട്രേറ്റ് ചെയ്യേണ്ടത്, അതൊരു പ്രധാനപ്പെട്ട ചലഞ്ചാണ്. അതിനനുസരിച്ച് വളരെ സയൻറ്റിഫിക്കായി നമ്മൾ കൂടി അപ്ഡേറ്റ് ചെയ്യപ്പെട്ടില്ല എങ്കിൽ അത് അവരോടുള്ള കമ്മ്യൂണിക്കേഷൻ വിച്ച് മീൻസ് ഭാഷ, തീർച്ചയായും അവരോട് എന്താണ് സംസാരിക്കേണ്ടത്. രണ്ടാമത്തെ കാര്യം, എങ്ങനെയാണ് അവരിലേക്ക് രാഷ്ട്രീയം പറയേണ്ടത്, ശൈലി, ഏത് മീഡിയത്തിൽ തന്നെ അതെങ്ങനെയാണ്, ആ മീഡിയത്തിനനുസരിച്ച് നമ്മൾ എങ്ങനെയാണ് അതിനെ ചിട്ടപ്പെടുത്തേണ്ടത്. വളരെ ഗൗരവമായ ചലഞ്ചാണ്. അതിലുപരി വളരെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം കൂടിയുണ്ടല്ലോ. അത് പോസ്റ്റ് ട്രൂത്തിൻ്റെ ഏറിയയിലാണ് നമ്മൾ ജീവിക്കുന്നത്. ഈ തലമുറയിലേക്ക് വന്നു കയറിക്കൊണ്ടിരിക്കുന്ന പ്രൊപ്പഗാൻഡ എന്താണ്? ആ പ്രൊപ്പഗാൻഡ പ്ലാൻഡാണ്, ആസൂത്രിതമാണ്, വളരെ കണ്ണിങ് ആണ്. താങ്കൾക്ക് വരേണ്ടത് മാത്രമേ താങ്കളുടെ മൊബൈൽ ഫോണിൽ അല്ലെങ്കിൽ വാട്സാപ്പിൽ വരികയുള്ളൂ. അങ്ങനെ പുഷ് ചെയ്യാൻ കഴിയുന്ന സ്ട്രാറ്റജി രൂപപ്പെടുകയാണ്. അപ്പോൾ ഈ ഒരു പുതിയ കാലത്ത് വലിയ ചലഞ്ചാണ്. ആ ചലഞ്ചിനെ നമ്മൾ അഡ്രസ്സ് ചെയ്യുക എന്ന് പറയുന്നതാണ് ഇന്നത്തെ കാലത്ത് തീർച്ചയായും ഞങ്ങളെ സംബന്ധിച്ചെടുത്ത്, ഒരു DYFI പോലൊരു യൂത്ത് ഓർഗനൈസേഷനെ സംബന്ധിച്ച് അതൊരു വലിയ ചലഞ്ചാണ്. ആ ചലഞ്ചിൽ ഞങ്ങൾ അതിജീവിക്കാനാകും. തീർച്ചയായും കേരളത്തിലും ഇന്ത്യയിലും DYFIക്ക് അങ്ങനെ ഒരു മൂവ്മെൻറ്റിലേക്ക് കയറി വരാൻ കഴിയും എന്ന് തന്നെയാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. വിദ്യാർത്ഥികൾക്കിടയിലെ ആ രാഷ്ട്രീയത എന്നുള്ളത് പ്രധാനപ്പെട്ട ചർച്ചാ വിഷയമാണ്. കാരണം ഒരു സൈഡിൽ വയലൻസും ഒരു സൈഡിൽ സിന്തറ്റിക് ലഹരിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചർച്ച ചെയ്യുമ്പോൾ വിദ്യാർത്ഥി സംഘടനകളും രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളൊക്കെ ആശങ്കപ്പെടുന്ന കാര്യം എന്നുള്ളത് വലിയൊരു കൂട്ടം വിദ്യാർത്ഥികളെ രാഷ്ട്രീയതയുടെ ഗ്യാങ്ങായി മാറുന്നു എന്നുള്ളതാണ്. പക്ഷേ ഇതോടൊപ്പം ചേർത്ത് വായിക്കേണ്ടത് ഈ ജെൻസി ഗ്യാങ്ങുകളിലേക്ക് രാഷ്ട്രീയത്തിന് എത്രത്തോളം കയറി ചെല്ലാനാകുന്നുണ്ട്. രാഷ്ട്രീയം എന്നുള്ളത് വേറെയും ഒരു ജെൻസി ഗ്യാങ് വേറെയും എന്ന നിലയ്ക്ക് ഒരു വേർതിരിവ് സൊസൈറ്റിയിൽ സംഭവിച്ചിട്ടുണ്ടോ എന്നുള്ളത്? അങ്ങനെയല്ല. ഞാനതിൽ കാണേണ്ടത്, നമ്മളിതിൽ ആരെയാണ് ബ്ലെയിം ചെയ്യേണ്ടത്? ഈ 90കളുടെ തുടക്കം ന്യൂ ലിബറൽ സാമ്പത്തിക നയം രാജ്യത്ത് വരുന്നു. അവിടെ ഉയർന്ന ഗ്ലോബലൈസേഷൻ്റെ സൃഷ്ടാക്കളുടെ ഒരു മുദ്രാവാക്യം തന്നെ എൻഡ് ഓഫ് ദി ഹിസ്റ്ററി എന്നതാണ്. ഇനി സമരങ്ങളില്ല, സമരസപ്പെടലുകളേ ഉള്ളൂ. അതെ, ഇനി സമരങ്ങൾ കൊണ്ടൊന്നും നേടാനാകില്ല, ഓർഗനൈസേഷൻസ് കൊണ്ടൊന്നും പ്രസക്തിയില്ല. നിങ്ങൾ നോക്കൂ, ഇതേ സമയം 90കളിൽ കോൺഗ്രസ് നടപ്പിലാക്കി തുടങ്ങിയ ഈ ന്യൂ ലിബറൽ പോളിസിയുടെ അതേ സമയം തന്നെയാണ് ഈ തെറ്റായ നയങ്ങൾ വരുന്നു, ഇൻ്റർനാഷണൽ ആയിട്ടുള്ള കരാറുകൾ വരുന്നു, ആസിയൻ കരാറും ഗാട്ട്സ് ഇതെല്ലാം വരുന്നു. ഇതേ സമയം തന്നെയാണ്
ഭയങ്കരമായ അപ്പൊളിറ്റിക്കലൈസേഷൻ ഉണ്ടാകുന്നത്. വിദ്യാർത്ഥി ഹർത്താലുകൾ നിരോധിക്കുന്നു, ബന്ദ് നിരോധിക്കുന്നു, പ്രതിപക്ഷ സമരങ്ങൾ നിരോധിക്കുന്നു. ക്യാമ്പസുകളിലേക്ക് ഇനി വരാം. താങ്കൾ ചോദിച്ച വിദ്യാർത്ഥി രാഷ്ട്രീയത്തിലേക്ക് വന്നാൽ വിദ്യാർത്ഥി കോളേജ് യൂണിയനുകളിൽ നിഷേധിക്കുന്നു, വിദ്യാർത്ഥി സംഘടനകൾ വേണ്ട എന്ന് പറയുന്നു. ഈ കാലയളവാണ്. ഗ്രാസ് റൂട്ടിൽ ഇനി അതിൽ വളരെ രസകരമായി പറഞ്ഞുതരാം. ഇപ്പോൾ കുട്ടികൾക്കിടയിൽ വലിയ തോതിലുള്ള വയലൻസ് വർദ്ധിക്കുന്നു, ഡ്രഗ് യൂസേജ് വർദ്ധിക്കുന്നു എന്ന് പറഞ്ഞ് മലയാള മനോരമ ഉൾപ്പെടെയുള്ള പത്രങ്ങൾ ഇപ്പോൾ വലിയ തോതിൽ ക്യാമ്പയിൻ ചെയ്യുന്നത് കാണാം. അവരോട് അന്ന് ഞങ്ങൾ പറഞ്ഞതാണ് ഈ പണിക്ക് പോകരുത്. മനോരമ കേരളത്തിൽ വിദ്യാർത്ഥി രാഷ്ട്രീയം വേണ്ട എന്ന നിലപാട് രൂപീകരിക്കുന്നതിന് മെനക്കെട്ട് പണിയെടുത്തൊരു പത്രമാണ്. പേരെടുത്ത് പറയുന്നതുകൊണ്ട് കേരളത്തിലെ അന്നത്തെ ഒരു വിഭാഗം സാംസ്കാരിക നായകർ ഈ ഗ്ലോബലൈസേഷൻ്റെ പൊളിറ്റിക്കൽ പ്രോജക്റ്റ് നടപ്പിലാക്കാനുള്ള പ്രയോജകരായി മാറി. അവരുടെ വർഗപരമായ അവരുടെ നിലപാടാണത്. ഇപ്പോൾ KSU ഉൾപ്പെടെ എന്നിട്ട് പോട്ടെ, അതിൽ KSUവിൻ്റെയും കോൺഗ്രസിൻ്റെയും നിലപാടെന്തായിരുന്നു? വിദ്യാർത്ഥി രാഷ്ട്രീയം നിരോധിച്ചുകൊണ്ടുള്ള ഹൈക്കോടതിയുടെ ഉത്തരവുകൾ വരുമ്പോൾ അതിൽ കോൺഗ്രസ് ഭരിക്കുന്ന ഗവൺമെൻറ്, ആൻ്റണി ഗവൺമെൻറ് എന്ത് നിലപാടാണ് എടുത്തത്? വിദ്യാർത്ഥി രാഷ്ട്രീയത്തെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന നിലപാടായിരുന്നില്ല എടുത്തത്. വിദ്യാർത്ഥി രാഷ്ട്രീയം ആരും ഈ ഒഴുക്കിനൊപ്പം എന്താണ് മനോരമ ഉൾപ്പെടെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു അന്തരീക്ഷമുണ്ട്. വിദ്യാർത്ഥി രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ മഹാമോശമാണ്. അതിൻ്റെ ചില പ്രശ്നങ്ങളെ പർവ്വതീകരിച്ചുകൊണ്ട് ഇതാകെ മോശമാണ്. ഇപ്പോഴെന്ത് പറയുന്നു? ഇപ്പോൾ ഇതെല്ലാം പോയി. ഞങ്ങൾ അന്ന് പറഞ്ഞിരുന്നൊരു കാര്യമുണ്ട്. അന്ന് ക്യാമ്പസിൽ എനിക്ക് ഓർമ്മയുണ്ട്, ഞാനന്ന് യൂണിവേഴ്സിറ്റി യൂണിയൻ ചെയർമാനാകുന്ന സന്ദർഭത്തിൽ 2004 ആ സമയത്തൊക്കെയാണ് ഇത് സോജൻ ഫ്രാൻസിസ് കേസിൻ്റെ പാലാ സെൻറ് തോമസ് കോളേജിലെ വിദ്യാർത്ഥിയായിരുന്ന സോജൻ ഫ്രാൻസിസ് കേസിന് പോകുന്നു. പരീക്ഷ എഴുതാൻ വേണ്ടി പോകുന്ന കേസാണ്. തന്നെ പരീക്ഷ എഴുതാൻ അനുവദിച്ചില്ല എന്നുള്ളൊരു ഇഷ്യൂ സോൾവ് ചെയ്യുന്നതിന് വേണ്ടി ഹൈക്കോടതിയുടെ മുമ്പിൽ പോകുമ്പോൾ കോളേജ് യൂണിയൻ പ്രവർത്തനങ്ങൾക്ക് തന്നെ വിലക്കേർപ്പെടുത്തിക്കൊണ്ടുള്ള ഹൈക്കോടതി വിധി വരുന്നു. അന്ന് കേരള സർവകലാശാല യൂണിയൻ്റെ ചെയർമാനായി പ്രവർത്തിച്ച ഒരാളാണ് ഞാൻ. എനിക്കെപ്പോഴും ഓർമ്മയുണ്ട്, അന്ന് കേരളം ഭരിച്ചുകൊണ്ടിരുന്ന UDFൻ്റെ ഗവൺമെൻറ് എടുത്ത സമീപനം വഞ്ചനാപരമായ നിലപാടായിരുന്നു. കാരണം ഒരു അന്തരീക്ഷം രൂപപ്പെടുകയാണ്. വിദ്യാർത്ഥി രാഷ്ട്രീയം മോശമാണ്. ഒരു നല്ല സുഖകരമായ അക്കാദമിക് അന്തരീക്ഷത്തിന് വിഘാതമാണ് വിദ്യാർത്ഥി രാഷ്ട്രീയം. ഇതിന് അന്ന് ഞങ്ങൾ പറഞ്ഞ പ്രധാനപ്പെട്ട കാര്യം ഇത് റാഗിംഗ് പോലുള്ള അരാജക പ്രവണതകൾ കൊണ്ടുവരും, വർഗീയത പ്രോത്സാഹിപ്പിക്കുന്ന നിലയുണ്ടാകും, ഇത് ഡ്രഗ് പോലുള്ള മാഫിയ സംസ്കാരത്തിന് വഴിവെക്കും. ഇതെല്ലാം അന്ന് പറഞ്ഞതാണ് ഞങ്ങളന്ന് പറഞ്ഞ അന്നത്തെ വിദ്യാർത്ഥി മൂവ്മെൻറ്റ് പറഞ്ഞത് മുഴുവൻ. അപ്പോൾ പുതിയൊരു കാലത്തിൻ്റെ സവിശേഷത എന്ന് പറഞ്ഞാൽ ഇമോഷൻസ് സെൽ ഔട്ട് ചെയ്യാൻ പറ്റും പെട്ടെന്ന്, വിശ്വാസം, ഒരു പെർസെപ്ഷൻ പെട്ടെന്ന് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഒരു പെർസെപ്ഷൻ ഗെയിമാണ് അതിന്മേൽ നടക്കുന്നത്. അത് വലിയ പണം ഉപയോഗിച്ച് വളരെ സംഘടിതമായി സംഘപരിവാർ നടത്തുന്നു. പക്ഷേ ആ പെർസെപ്ഷനെല്ലാം തകർത്തെറിയാൻ ഇതേ സാധ്യതകൾ കൊണ്ട് തന്നെ സാധിക്കുകയും ചെയ്യും. അല്ല, അതിൻ്റെ ഒരു ഘട്ടം എവിടെ എത്തി നിൽക്കുന്നു, അതല്ലെങ്കിൽ ഒരു പുതിയ പ്രോജക്റ്റ് മനസ്സിലുണ്ടോ എന്നുള്ളത് ഞങ്ങളുടെ പ്രൊജക്റ്റ്. തീർച്ചയായും ഞങ്ങൾ ഇതിനെക്കുറിച്ച് ആലോചിക്കുകയും ഞങ്ങളൊരു തിരിച്ചൊരു അജണ്ട സെറ്റ് ചെയ്യുകയാണല്ലോ പലപ്പോഴായിട്ട്. ഞങ്ങൾ ഈ പുതിയ കാലഘട്ടത്തിലെ ചെറുപ്പത്തിന് ഉതകുന്ന വിധം അല്ലെങ്കിൽ അവർക്ക് സ്വീകാര്യമാകുന്ന വിധം ഞങ്ങളുടെ പരിപാടികളിൽ മാറ്റം വരുത്തുന്നുണ്ട്, ഞങ്ങളുടെ ഫോക്കസിൽ മാറ്റം വരുത്തുന്നുണ്ട്. അതിന് പറ്റുന്ന ഒരു പരിപാടിയും ഭരണഘടനയുമാണ് പരിപാടിയാണ് DYFI ഉള്ളത്. DYFI എന്ന് പറയുന്നതൊരു ലാർജർ ക്യാൻവാസാണ്. അത് 80കളിൽ രൂപീകരിക്കുമ്പോൾ തന്നെ അങ്ങനെയാണ്. ഒരു സാധനം ചേർത്ത് ചോദിക്കാനുള്ളത്, സോഷ്യൽ മീഡിയ ക്യാമ്പയിനുകളിലും അതുപോലെ പോസ്റ്റർ ഷെയർ ചെയ്യാനൊക്കെ നിരവധി DYFIക്കാരും അതല്ലെങ്കിൽ SFIക്കാരും അതല്ലെങ്കിൽ സമാനമായ സംഘടന ആളുകളുണ്ടാവും. പക്ഷെ ഗ്രൗണ്ടിലിറങ്ങി പണിയെടുക്കാൻ ഇത്ര തന്നെ മെമ്പർ സ്ട്രെങ്ത് കിട്ടുന്നില്ല എന്നൊരു ആശങ്ക ഉണ്ടോ? ഇല്ല, അങ്ങനെ വരുന്നില്ല. ഇതിനകത്ത് രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, ഗ്രൗണ്ടിലിറങ്ങി പണിയെടുക്കുമ്പോൾ വരുന്ന പ്രശ്നം എന്ന് പറഞ്ഞാൽ ഈ നേരത്തെ പറഞ്ഞല്ലോ സമീപനത്തിൽ മാത്രമല്ല വർക്കിംഗ് ടൈമിലും മാറ്റം വന്നു. അറ്റ്മോസ്ഫിയർ മൊത്തമായി അറ്റ്മോസ്ഫിയർ ആകെ മാറി എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരാളുടെ ജോലി സമയം എങ്ങനെയാണ്, ഒരാളെപ്പോഴാണ് ഫ്രീ ആകുന്നത്, ഇതെല്ലാം പുതിയ കാലഘട്ടത്തിൻ്റെ വരുന്ന ഈ ഗ്രൗണ്ടിലിറങ്ങി പണിയെടുക്കുന്നതിൻ്റെ പ്രശ്നം വരാം. ഗ്രൗണ്ടിലിറങ്ങി പണിയെടുത്തില്ല എങ്കിൽ സോഷ്യൽ മീഡിയയിൽ പണിയെടുത്തിട്ടല്ലല്ലോ വയനാടിന് വേണ്ടി 20 കോടിയിലധികം DYFI സമാഹരിച്ചത്. കോവിഡ് സമയത്ത് 11 കോടി സമാഹരിച്ചത് ഗ്രൗണ്ടിലിറങ്ങി പണിയെടുത്തിട്ടില്ലേ ആ ദുഷ്കരമായ കാലത്ത്. അപ്പോൾ ഗ്രൗണ്ടിലിറങ്ങി പണിയെടുക്കാൻ ആളില്ല എന്നൊരാശങ്ക DYFIക്കില്ല, ആത്മാർത്ഥമായിട്ടില്ല.
പക്ഷേ അതിൽ വരുന്ന ഇൻ ബിറ്റ്വീൻ വരുന്ന ഏറ്റക്കുറച്ചിലുകൾ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളുടെ അടിസ്ഥാനമാക്കി ഇത്തരം സാധ്യതകളുണ്ട്. ഇത്തരം പ്രശ്നങ്ങൾ വരുന്നതുകൊണ്ടാണ്. ദെൻ ഞങ്ങളിതിൽ കാണുന്ന കാര്യം, ഞങ്ങൾ പുതിയ തലമുറയ്ക്ക് സ്വീകാര്യമാകുന്ന വിധമാണ്, അല്ലെങ്കിൽ അതിനെ കൂടി കണ്ടുകൊണ്ടാണ് DYFI. ഇപ്പോൾ DYFI സമീപകാലത്ത് കൊണ്ടുവന്ന YLF, മവാസോ, ഞങ്ങൾ റീസൈക്കിൾ കേരള എന്ന് പറഞ്ഞ് കോവിഡ് സമയത്ത് ഞങ്ങൾ ധനസമാഹരണത്തിനുള്ള ഒരു പുതിയ രീതി ഞങ്ങൾ രൂപപ്പെടുത്തുകയാണ്. ആ രൂപപ്പെടുത്തിയത് ഇപ്പോൾ പല സംഘടനകളും അത് പിന്തുടരുന്നുണ്ട്. പുതിയ കാലത്ത് എങ്ങനെയാണ് പണം സ്വീകരിക്കാനുള്ള പ്രൊഡക്റ്റീവായ ഒരു ഇടപെടൽ, കണ്ടുപഴകിച്ച കൺവെൻഷണൽ മെത്തേഡ്, ക്രൗഡ് ഫണ്ടിങ്ങിന്റെ പുതിയ രീതികൾ, ക്രൗഡ് ഫണ്ടിങ്ങിൻ്റെ പുതിയ രീതി എങ്ങനെയാണ് വളരെ കോമൺ ആയിട്ടുള്ള എല്ലാ ആളുകൾക്കും ഭാഗമാകാൻ പറ്റും, എല്ലാ ആളുകൾക്കും ഭാഗമാകാൻ പറ്റുന്ന, എല്ലാ ആളുകളെയും ഭാഗമാക്കാൻ കഴിയുന്ന മറ്റെന്തെല്ലാമുണ്ട്, കൾച്ചറൽ അരീനയിൽ എന്ത് പറ്റും, ഇതെല്ലാമാണ് ഞങ്ങളുടെ പരീക്ഷണങ്ങൾ. പക്ഷെ ഇത്തരം ഒരു മാതൃകാപരമായ സാധ്യതകളെ കാണുമ്പോൾ തന്നെ പുതുതലമുറയിലുള്ള പല വിദ്യാർത്ഥികളുമായൊക്കെ നമ്മൾ സംസാരിക്കുമ്പോൾ, അതുപോലെ സോഷ്യൽ മീഡിയ പ്രതികരണങ്ങളിലൊക്കെ കാണുന്ന ഒരു ആശങ്ക എന്നുള്ളത്, അവർ പറയുന്നത് അത് ഇപ്പോൾ കേരളത്തിൻ്റെ ഒരു അറ്റ്മോസ്ഫിയർ എടുത്താൽ രണ്ട് മുന്നണികൾ തമ്മിൽ പരസ്പരം അവരുടെ ഒരു വാഗ്വാദങ്ങളും വാദങ്ങളും പ്രതിവാദങ്ങളും ആരോപണങ്ങളും പ്രത്യാരോപണങ്ങളൊക്കെ ആയിട്ട് ഒരു ഗ്രൗണ്ട് റിയാലിറ്റി രാഷ്ട്രീയം ഈ പറയുന്ന ആളുകളിലേക്ക് എത്തിക്കാൻ കഴിയുന്നില്ല എന്നൊരു ആശങ്ക ഉണ്ടോ? അതിൻ്റെ കാര്യം ഞാൻ നേരത്തെ പറഞ്ഞതാണ്. വലതുപക്ഷത്തിന് അവരുടെ പ്രൊപ്പഗാൻഡ മിഷൻ കുറെ കൂടി ശക്തമായി കൊണ്ടുപോകാൻ കഴിയും. കേരളത്തിൻ്റെ ഒരു സോഷ്യോ കൾച്ചർ എന്താണ്? ഒരു പുരോഗമന സ്വഭാവമാണ്. അത് കേരളത്തിൽ ഉയർന്നു വന്ന വർഗസമരങ്ങളിലൂടെ, കേരളത്തിൽ ഉയർന്നു വന്ന നവോത്ഥാന മൂവ്മെൻറ്റിലൂടെ, കേരളത്തിൽ ഉരുവം കൊണ്ട സോഷ്യൽ സ്പേസിലൂടെ നമ്മൾ ആർജിച്ചെടുത്ത നേട്ടമാണ്. 1957 മുതൽ ഇതുവരെയുള്ള LDF ഗവൺമെൻറ്റുകൾ, ഞങ്ങളുടെ വർഗബഹുജന സംഘടനകൾ, ഞങ്ങളുടെ ശാസ്ത്ര പ്രസ്ഥാനങ്ങൾ ഒക്കെ രൂപപ്പെടുത്തിയെടുത്ത കേരളത്തിൻ്റെ ഒരു പുരോഗമന അടിത്തറയുണ്ട്. ആ പുരോഗമന അടിത്തറയെയും അതിൻ്റെ കരുത്തിനെയും ബുൾഡോസ് ചെയ്യാനാണ് സംഘപരിവാർ ശ്രമിക്കുന്നത്. അതാണ് അവർ ശ്രമിക്കുന്നത്. അവരത് ശ്രമിച്ച് കേരളത്തിലെ ലെഫ്റ്റ് മൂവ്മെൻറ്റിനെ ഇല്ലാതാക്കാനാണ് നോക്കുന്നത്. ഞങ്ങൾ ശ്രമിക്കുന്നതിനാണ് കേരളത്തിലെ പുരോഗമന സ്വഭാവം നഷ്ടപ്പെട്ടു പോകാതിരിക്കാനുള്ള സമരമാണ്. ഞാനതിന് കുറച്ചും കൂടി ഒന്ന് വ്യക്തത വരുത്തിയാൽ, ഒരു യങ്ങർ ഏജിലുള്ള, അതല്ലെങ്കിൽ ടീനേജ് ഏജിലുള്ള കുട്ടികളിലേക്ക്, വിദ്യാർത്ഥികളിലേക്ക്, യുവജനങ്ങളിലേക്ക് ഒരു ഗ്രൗണ്ട് റിയാലിറ്റിയിലുള്ള രാഷ്ട്രീയം ഉണ്ടല്ലോ, ഒരു തരത്തിൽ നമ്മൾ കാവ്യാത്മകമായി പറയുന്ന മനുഷ്യപ്പറ്റിൻ്റെ രാഷ്ട്രീയം എന്ന് പറയുന്ന അത്തരം സന്ദേശങ്ങൾ എത്തിക്കാൻ കഴിയുന്നതിൽ ഏതെങ്കിലും നിലക്കൊരു പരാജയം സംഭവിക്കും. ഞങ്ങളാണ് അതിൻ്റെ പൈനിയേഴ്സ്. ഇപ്പോൾ ഹൃദയപൂർവ്വം മനുഷ്യപ്പറ്റിൻ്റെ രാഷ്ട്രീയമല്ലേ, മഹാത്ഭുതമല്ലേ അത്. ഈ വയനാട് ഞങ്ങളീ ചെയ്തത് ഈ പറയുന്ന മനുഷ്യപ്പറ്റിൻ്റെ ഒരു ഇമോഷണൽ ബ്ലെൻഡിങ് വരുന്ന പൊളിറ്റിക്സ് അല്ലേ, കറക്റ്റല്ലേ അത്? ഈ നിങ്ങൾക്ക് നിലമ്പൂരിൽ നിങ്ങൾക്ക് കണ്ടില്ലേ, വയനാട്ടിൽ നിന്ന് ഒലിച്ചുപോയ മൃതശരീരങ്ങൾ തോളിലേറ്റി നടന്നു പോകുന്ന DYFIയുടെ വയനാട് ജില്ലാ പ്രസിഡന്റ് ഷബീർ ഉൾപ്പെടെയുള്ളവർ അത് പിടിച്ച് നടന്നു പോകുന്ന ആ ദൃശ്യം മലയാളിയുടെ മനസ്സിൽ നിന്ന് മാഞ്ഞു പോകും. പക്ഷെ ദുരന്തമുഖത്തെ സമീപനങ്ങൾ എന്നുള്ളതിനെ മെൻഷൻ ചെയ്തതിനെ അംഗീകരിക്കുന്നതോടൊപ്പം തന്നെ നമ്മളൊരു കേരളത്തിൻ്റെ പൊതുവായ സമീപനം എടുത്താൽ, ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ വടകര തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് റഹീം സഖാവിൻ്റെ ഒരു പ്രതികരണം ഉണ്ടായിരുന്നു. ഷാഫി പറമ്പിലിനെ ഒരു രാഷ്ട്രീയ വിഷയം എന്നുള്ളൊരു പ്രയോഗം. അത് ഏത് സാഹചര്യത്തിലായാൽ കൂടെ അത്തരം ഒരു പരാമർശം വരാനുണ്ടായ എന്തായിരുന്നു അതിൻ്റെ ത്വര എന്നുള്ളത്. കാരണം ഭാവിയിൽ ഒരു പുതുതായി രാഷ്ട്രീയത്തെ വീക്ഷിക്കുന്ന ആളുകൾക്ക് ഉത്തരവാദിത്തപ്പെട്ട പദവിയിൽ ഇരിക്കുന്ന റഹീം, അവിടെ ഉത്തരവാദിത്തപ്പെട്ട പദവിയിൽ ഇരിക്കുന്ന ഒരാൾക്കെതിരെ അത്തരം പ്രയോഗങ്ങൾ നടത്തുന്നു. ഇതാണ് പുതിയ കുട്ടികൾ കാണുന്ന രാഷ്ട്രീയ മാതൃക എന്നുള്ളത് കൂടെ ഉണ്ടല്ലോ. അതിനകത്ത് ഞാൻ വളരെ കൃത്യമായി പറയാം. അതിനെൻ്റെ പൊളിറ്റിക്കൽ വളരെ കൃത്യമായ ധാരണ തന്നെയാണുള്ളത്. ഞാൻ പറയട്ടെ, വടകരയിൽ ഒരു കമ്മ്യൂണൽ റിഫ്റ്റ് ഉണ്ടായി എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. CPMൻ്റെ ആരോപണം അല്ല 20 മണ്ഡലങ്ങളിൽ ലോക്സഭാ മണ്ഡലങ്ങളിൽ ഇലക്ഷൻ നടന്നു. തിരഞ്ഞെടുപ്പ് ഫലം വരുന്ന ഒരു ദിവസം ഒരു മണ്ഡലത്തിൽ മാത്രമാണ് നിരോധനാജ്ഞ ഉണ്ടായിരുന്നത്, വടകരയിലാണ്. അത് ആക്ഷേപമല്ല, റിയാലിറ്റിയാണ്. തിരഞ്ഞെടുപ്പ് ഫലം വരുന്നതിന് മുമ്പ് തന്നെ ഞങ്ങൾക്ക് മതസൗഹാർദ്ദത്തിൻ്റെ സന്ദേശമുയർത്തിയൊരു ജാഥ നടത്തേണ്ടി വന്നു, പ്രചരണം നടത്തേണ്ടി വന്നു. മറ്റ് ഒരു മണ്ഡലത്തിലും നടന്നിട്ടില്ല. പക്ഷെ അത്തരം സൗഹൃദ വേദികളിൽ ഉപയോഗിച്ച പ്രയോഗത്തെക്കുറിച്ചാണ് ഞാൻ അടുത്തതിലേക്ക് വരികയാണ്. കേരളത്തിലെ 20 മണ്ഡലങ്ങളിലും ഇല്ലാത്തൊരു രാഷ്ട്രീയ സാഹചര്യമല്ല, ഒരു കമ്മ്യൂണൽ പ്രശ്നം എങ്ങനെയാണ് ഒരു മണ്ഡലത്തിൽ മാത്രം ഉണ്ടായത്? ഞാൻ വളരെ ക്ലിയറായിട്ടാണ് ഞാൻ പറഞ്ഞത്. നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, അവിടെ ആരെയാണ്, അവിടെ പൊതുവിൽ അവിടെ ബിൽഡപ്പ് ചെയ്ത ലീഗാണ്
ഇതിൻ്റെ കാരണക്കാർ എന്നാണ് ഉയർന്നു വന്നൊരു ലീഗാണോ? ലീഗാണെങ്കിൽ ഞാൻ പറയുന്നത് ഈ മണ്ഡലത്തിൽ ഇതിനു മുമ്പ് മത്സരം നടന്നിട്ടില്ലേ? ഇതിൻ്റെ തൊട്ടപ്പുറത്തും ഇപ്പുറത്തും മത്സരം നടക്കുന്നില്ലേ? ഇതേ ജില്ലയിൽ തന്നെ മത്സരം നടക്കുന്നില്ലേ? അത് ഒരു തിരഞ്ഞെടുപ്പിൽ വിജയിക്കുന്നതിന് വേണ്ടി തന്ത്രങ്ങൾ മെനയാം. അതിന് ഒരു പരിധിയുണ്ട്. അൾട്രാ റൈറ്റ് സാധാരണഗതിയിൽ തീവ്ര വലതുപക്ഷമൊക്കെ എടുത്ത് പയറ്റുന്ന അങ്ങേറ്റം ഹീനവും എന്ത് പുല്ല് വന്നാലും നാട് നശിച്ചാലും ആകണം എന്നുള്ള നിലയിലുള്ളൊരു റിഫ്റ്റിലേക്ക് പോകാൻ പാടില്ല. അതാണ് ഞാൻ പറഞ്ഞത്. അത് നിങ്ങൾ ആലോചിച്ച് നോക്കൂ. ഒരു യുവനേതാവായ നിങ്ങൾ അതിലെന്തുണ്ട് അത് കാണാത്തെ? നിങ്ങളൊരു യുവനേതാവായ ഷാഫി പറമ്പിൽ എന്ന ഒരു യുവനേതാവ്, അദ്ദേഹം എൻ്റെ തലമുറയിൽപ്പെട്ട ആളാണ്. ഞങ്ങൾ സമകാലീനരാണ്. ഞാൻ SFIയിലുള്ളപ്പോൾ KSയിലുണ്ടായിരുന്ന ആളാണ് അദ്ദേഹം. അപ്പോൾ നമ്മുടെ കാലത്തുള്ള ഒരു രാഷ്ട്രീയ വ്യക്തിത്വത്തിൽ നിന്ന് അതുണ്ടാകാൻ പാടുണ്ടോ? ഇതിനു മുമ്പ് വടകരയിൽ മത്സരിച്ചത് ആരൊക്കെയാണ്? ഈ തലമുറയിൽപ്പെട്ടവരല്ല മുല്ലപ്പള്ളി, ഈ തലമുറയിൽപ്പെട്ട ആളല്ല ശ്രീ കെ മുരളീധരൻ. അപ്പോൾ അങ്ങനെയൊക്കെയുള്ളവർ മത്സരിച്ച സന്ദർഭങ്ങളിൽ പോലും ഉണ്ടാകാത്ത ഇതേ വടകരയല്ലേ, ഇതേ നാദാപുരവും ഇതേ വടകരയും തന്നെയല്ല അന്നുള്ളത്. ഇതിനേക്കാൾ വലിയ പോരാട്ടം നടന്നില്ലേ? അപ്പോൾ അത്തരമൊരു അന്തരീക്ഷം ഉണ്ടായതെങ്ങനെ ഉണ്ടായി? അപ്പോൾ അവിടെ വ്യത്യസ്തമാകുന്ന ഒരേ ഒരു കാര്യമെന്ന് പറയുന്നത് അവിടെ പുതിയൊരു സ്ഥാനാർത്ഥി വരുന്നതാണ്. അപ്പോൾ ആ സ്ഥാനാർത്ഥിയുടെ ഭാഗത്തെ പ്രശ്നങ്ങൾ ഞാൻ ചൂണ്ടിക്കാണിച്ച് രൂക്ഷമായൊരു പരാമർശം നടത്തി. സാധാരണ വ്യക്തിപരമായിട്ട് ഏതെങ്കിലും തരത്തിലൊരു കടന്നാക്രമണം നടത്താൻ വേണ്ടിയിട്ട് അങ്ങനെ പറയുന്ന രീതി ശരിയല്ല. അത് അങ്ങയോട് ഞാൻ യോജിക്കുന്നു. പക്ഷേ ഇതവിടെ ബോധമുണ്ടായിട്ട് ഇത് അതിലെ പൊളിറ്റിക്കൽ കറക്റ്റ്നസ് തേടുന്നവരോട് എനിക്കുള്ള ചോദ്യം, രാഷ്ട്രീയത്തിൽ നിൽക്കുന്നവരോട് മാത്രമല്ല, അവരെ വീട്ടിലിരിക്കുന്നവരോട് പോലും വ്യക്തിപരമായി ആക്രമിക്കുന്ന ശൈലി കീശയിൽ വെച്ചിട്ടാണ്, പറയട്ടെ, കീശയിൽ വെച്ചിട്ടാണ് ഇത് ശരിയാണോ എന്ന് ചോദിക്കുന്നത്. ഇതെല്ലാം ഉൾപ്പെടും. അല്ല, അത് ഇതിനേക്കാൾ ഹീനല്ലേ അത്. ഗോതയിലിറങ്ങി കളിക്കുന്ന, ഞാൻ ഷാഫി പറമ്പിലിൻ്റെ മോളെയോ മോനെയോ ഷാഫി പറമ്പിലിൻ്റെ വൈഫിനെയോ അല്ലല്ലോ ഞാൻ പറഞ്ഞത്, അല്ലല്ലോ. ഗോതയിലിറങ്ങി കളിക്കുന്ന ഒരു കോൺഗ്രസ് നേതാവ്, ആ കോൺഗ്രസ് നേതാവിൻ്റെ ഭാഗത്ത് നിന്ന്, അത് ഈ തലമുറയിൽപ്പെട്ടൊരു പ്രതിനിധിയിൽ നിന്ന് ഇങ്ങനെ ഉണ്ടാകാൻ പാടില്ല. ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പിന് ശേഷം ഞങ്ങൾ തന്നെ DYFIക്ക് തന്നെ ഗ്രൗണ്ടിൽ നിന്ന് കിട്ടിയ ഫീഡ്ബാക്ക് എന്ന് പറയുന്നത് ഒരു കമ്മ്യൂണൽ റിഫ്റ്റിൻ്റെ അന്തരീക്ഷം സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു എന്നുള്ള ആശങ്കയാണ്. ആശങ്ക റിയാലിറ്റി ആയിരുന്നു. അതുകൊണ്ടാണല്ലോ അവിടെ നിരോധനാജ്ഞ പുറപ്പെടുവിച്ചത്. അപ്പോൾ അങ്ങനെ ഒരു ആശങ്കാജനകമായ ഒരു അന്തരീക്ഷം വടകരയിൽ സൃഷ്ടിക്കുന്നതിൽ അവിടെ മത്സരിച്ച കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥിക്ക് പങ്കുണ്ട്. ഈ പൊളിറ്റിക്കൽ ആരോപണമാണ് ഞാൻ ഉന്നയിച്ചത്. പക്ഷെ ഞാൻ പറയുന്നത് അതിലും ഈ പൊളിറ്റിക്കൽ ആരോപണം അല്ല, ഒരു കാര്യം ഞാൻ പറയാം. ആ പൊളിറ്റിക്കൽ ആരോപണം ഉന്നയിക്കുന്ന സന്ദർഭത്തിൽ ഞാൻ ഉപയോഗിച്ച ഒരു കടുത്ത ഭാഷയാണത്. അതൊരിക്കലും ഒരാളോടുള്ള വ്യക്തിപരമായ വൈരാഗ്യത്തിൽ നിന്ന് ഒഴിവപ്പെടുന്ന ഒരു കാര്യമല്ല. ആ രാഷ്ട്രീയ സാഹചര്യമാണ്, അന്നത്തെ ആ സാമൂഹിക സാഹചര്യമാണ്, വടകരയിലാണ് നിൽക്കുന്ന അന്നത്തെ സാമൂഹ്യ സാഹചര്യമാണ് എൻ്റെ വാക്കുകളിലൂടെ പുറത്തു വന്നത്. ഇതോടൊപ്പം ചേർത്ത് പറയേണ്ട ഒരു കാര്യമാണ്, ഇപ്പോൾ ഈ കുടുംബത്തിലുള്ളവരെ പരാമർശിക്കും എന്നുള്ളൊരു വാദം വന്നതുകൊണ്ട് ഇപ്പോൾ കഴിഞ്ഞ സമീപ മാസങ്ങളിലാണ് ഇപ്പോൾ ഡോക്ടർ അമൃത അവർ ഡോക്ടറേറ്റ് കിട്ടിയത് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു പോസ്റ്റ് ഇട്ടതിൻ്റെ താഴെ വന്ന കമൻറ്റുകൾക്ക് ശേഷം പിന്നീട് രണ്ടുപേർക്കും വിശദീകരണം കൊടുക്കേണ്ടി വരികയാണ്. ഇത് ഒരു തരം റെക്കമെൻഡിൽ പരിപാടി ഒന്നുമല്ല, അവർ പഠിച്ചു നേടിയ ഗവേഷണ സ്ഥാനമാണ് എന്നുള്ളത്. അപ്പോൾ അതിന് താഴെ തന്നെ കമൻറ്റിന് ശേഷം ഇപ്പോൾ ഒരു റീസെൻ്റ് ഉണ്ടായ ഉദാഹരണം പറഞ്ഞാൽ മന്ത്രി വീണ ജോർജിൻ്റെ ബാഗിൻ്റെ വിലയുടെ ചർച്ച വരുന്നു. അതൊരു വലിയ വാദപ്രതിവാദം ചാനൽ ചർച്ചയൊക്കെ ആവുന്നു. ഇപ്പോൾ കഴിഞ്ഞ ദിവസം അത് പ്രതിപക്ഷ നേതാവിൻ്റെ ഷൂവിൻ്റെ വില വീണ്ടും ചർച്ചയാവുന്നു. അപ്പോൾ അതിൽ തന്നെ കണ്ട ഒരു കമൻ്റാണ് ഇത് കൊടുത്താൽ തിരിച്ചു കിട്ടും എന്നുള്ളത്. ഞങ്ങൾക്കങ്ങനെ ഒരു സമീപനമില്ല. സോഷ്യൽ മീഡിയയിൽ സോക്കോൾഡ് ലെഫ്റ്റ് ഹാൻഡിലുകൾ ഏതെങ്കിലും അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ എന്നത് നോക്കിയിട്ട് എൻ്റെ മേൽ ചൂണ്ടരുത്. CPIM എന്ന പാർട്ടി, DYFI എന്ന ഓർഗനൈസേഷൻ ഞങ്ങളുടെ രാഷ്ട്രീയ വിയോജിപ്പുള്ള ആരുടെയെങ്കിലും കുടുംബത്തിനു നേരെ വ്യക്തിപരമായ ആക്രമണം നടത്തിയ ഒരു സന്ദർഭം ചൂണ്ടിക്കാണിത്തരും. അത് പാടില്ല എന്നത് ഞങ്ങളുടെ രാഷ്ട്രീയ നിലപാടാണ്. വ്യക്തിപരമായി ആക്രമിക്കുന്നില്ല, പക്ഷേ അങ്ങനെയല്ല കോൺഗ്രസ് ചെയ്യുന്നത്. ഒടുവിൽ നടന്ന ബൈ ഇലക്ഷൻ സൗമ്യ സാറിനെതിരെ എന്തായിരുന്നു ആക്രമണം? അതിനു മുമ്പ് തൃക്കാക്കര ജോസഫിനെതിരെ എന്താണ് നിലപാട്? ഇനി
പുതുപ്പള്ളിയിലേക്ക് വരാം. അച്ചു ഉമ്മനെതിരെ സാമൂഹ്യ മാധ്യമങ്ങളിൽ, ഞങ്ങൾ പൊളിറ്റിക്കലി ഉത്തരവാദിത്തപ്പെട്ടവരൊന്നും അല്ല കേട്ടോ പറഞ്ഞത്, സാമൂഹ്യ മാധ്യമങ്ങളിൽ ഒരു നിലപാട് വന്നു. എന്തായിരുന്നു അന്നത്തെ സ്ഥാനാർത്ഥിയായിരുന്ന ഡിവൈഎഫ്ഐ നേതാവ് സഖാവ് ജയിക്കും ഈ പാർട്ടിയും ഇടതുപക്ഷവും ഗവൺമെൻറ് നിലപാടെടുത്തത്? മോശപ്പെട്ട് കമൻ്റ് ഇട്ട ആളെ അറസ്റ്റ് ചെയ്തു. പക്ഷെ അന്ന് ഉണർന്ന മാധ്യമങ്ങൾ സൗമ്യ സരനെതിരായിട്ട് നടന്ന സൈബർ ആക്രമണങ്ങൾ കണ്ടില്ലെന്നടിച്ചു. കേരളത്തിൻ്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ ഡോക്ടർ ജോ ജോസഫിനോട് കാണിച്ച ഹീനമായ, നിന്ദ്യമായ അദ്ദേഹത്തിനെതിരായ പ്രചരണം വേറെ ആർക്കെങ്കിലും എതിരെ നടത്തിയിട്ടുണ്ടോ? പിന്നെ അന്ന് കോൺഗ്രസിൻ്റെ ഈ പറയുന്ന ഒരാളും മിണ്ടിയില്ലല്ലോ, മാധ്യമങ്ങൾ മിണ്ടിയില്ലല്ലോ. അന്ന് പറഞ്ഞത് ഇതുപോലൊരു വീഡിയോ കിട്ടിയ ഫോർവേഡ് ചെയ്യില്ലേ എന്നാണ് അന്ന് പ്രതിപക്ഷ നേതാവ് ചോദിച്ചത്. ഇനി പോട്ടെ, മരിച്ചുപോയ മഹാരഥന്മാരെയും അവരുടെ കുടുംബാംഗങ്ങളെ എന്താണ് പറഞ്ഞിട്ടുള്ളത്? AKGക്കെതിരെ നിന്ദ്യമായ ആക്രമണം നടത്തിയ ആൾ VT ബൽറാമല്ലേ? അത് തെറ്റാണ് എന്ന് ഏതെങ്കിലും കോൺഗ്രസ് നേതാവ് പറഞ്ഞിട്ടുണ്ടോ? രാഷ്ട്രീയ നേതാക്കളെ വിട്ടെന്നേ KR മീരയ്ക്കെതിരെ നടത്തിയത് എന്താ? പച്ചത്തെറിയല്ലേ പറഞ്ഞത്? KR മീര മാത്രമാണോ? ബെന്യാമിനെതിരെ നടത്തിയത് എന്താ? എത്ര നിന്ദ്യമാണ് വ്യക്തിപരമായ ആക്രമണങ്ങൾ. ആ വ്യക്തിപരമായ അത്തരത്തിലുള്ള അക്രമങ്ങൾക്കെതിരെ ഞങ്ങൾക്കൊരു നിലപാടുണ്ട്. ഞങ്ങളത് തള്ളിപ്പറയും. ഞങ്ങൾ അങ്ങനെയുള്ള ഒന്നിനെയും, ഒരു തെറ്റായ കാര്യത്തെയും ഞങ്ങൾ ഫണ്ട് ചെയ്ത് വളർത്തുന്നുമില്ല. ഇങ്ങനെ ഇതിനെ പ്രോത്സാഹിപ്പിക്കുന്നില്ല എന്ന് പറയുമ്പോൾ തന്നെ സൈബർ ഇടത്തിൽ ഏറ്റവും സ്വാധീനമുള്ളത് സ്വാഭാവികമായി ഇടതുപക്ഷ പ്രവർത്തകർ എന്ന ലേബലുള്ള പ്രൊഫൈലുകൾക്കും വ്യക്തികൾക്കുമാണ്. അവർ സംഘടനയുടെ ഔദ്യോഗിക സ്ഥാനത്തോ അതല്ലെങ്കിൽ സംഘടനയുടെ ഔദ്യോഗിക ലേബലുകളോ ഇല്ല എന്നിരിക്കെ തന്നെ അവരുടെ കോണ്ടന്റ് സോഷ്യൽ മീഡിയയിൽ വ്യാപകമായി പ്രചരിപ്പിക്കുന്നു. അപ്പോൾ സംഘടനയ്ക്ക് സ്വാഭാവികമായി കൈയൊഴിയാം. പ്രഥമ ദൃഷ്ട്യ സംഘടനയ്ക്ക് ഉത്തരവാദിത്തമില്ല എന്ന നിലക്ക് G സുധാകരൻ കഴിഞ്ഞ ദിവസം ഒരു പരാമർശം നടത്തിയിരുന്നു. അവൻ്റെ അപ്പൂപ്പൻ്റെ സൈബർ ഗ്രൂപ്പ്, അങ്ങനെ ഒരു സംവിധാനം പാർട്ടിക്കില്ല എന്ന് പറയുന്നുണ്ട്. പക്ഷേ അതേ സമയത്തും ഇത് ഇടതുപക്ഷവുമായി ബന്ധമുള്ള ആളുകളാണെന്ന് പ്രഥമ ദൃഷ്ട്യ ബോധ്യപ്പെടുന്നൊരു സാഹചര്യം കൂടെ ഉണ്ടല്ലോ. രണ്ട് തരത്തിലാണ്. ഞാൻ പറഞ്ഞല്ലോ, സോഷ്യൽ മീഡിയ എന്ന് പറയുന്ന ഒരു ആൾക്കൂട്ടാണ്. ആ ആൾക്കൂട്ടത്തിൽ പ്രച്ഛന്നമായി അല്ലെങ്കിൽ വ്യാജമായിട്ടോ ചിലപ്പോൾ നമ്മുടെ തന്നെ ഒരു സഖാവോ ആ നിലയിൽ പ്രതികരിച്ചിട്ടുണ്ടാകാം. നിങ്ങളതിനെ സമീകരിക്കരുത്, സാമാന്യവൽക്കരിക്കരുത്. ഞാൻ ഉദാഹരിച്ച ഉദാഹരണങ്ങൾ ആരുടെയൊക്കെ? ഒന്ന് VT ബൽറാമിൻ്റെ പേരെ അടുത്ത് പറഞ്ഞേ. ബെന്യാമിനെതിരെ നടന്ന ആക്രമണങ്ങൾ ആരുടേതായിരുന്നു? നിങ്ങൾ യഥാർത്ഥത്തിൽ CPMൻ്റെ തന്നെ നേതാക്കൾക്കെതിരെ, വീണയ്ക്കെതിരെ ആരാണ് അപഖ്യാതികൾ പറയുന്നത്? അല്ലെങ്കിൽ ഈ പ്രചരണം നടത്തിക്കൊണ്ടിരിക്കുന്ന ആരൊക്കെയാണ്? കോൺഗ്രസിൻ്റെ നേതാക്കളല്ലേ? മാത്യു കോളിൽ നടന്നില്ലേ? ഈ പ്രചരണങ്ങൾ നടത്തുന്നതിനെതിരെ ഞാൻ ചോദിക്കുന്നു, അന്തരിച്ചു പോയ AKGക്കെതിരെ അത് പറയാൻ പാടില്ലായിരുന്നു എന്ന് പറഞ്ഞ M ഹസനെതിരെ എന്തായിരുന്നു നിലപാട്? M ഹസനെതിരെ ആക്രമണം നടത്തിയതാരാ? ഏതെങ്കിലും വേറൊരാളാണോ? അല്ലല്ലോ. ഞാൻ പറഞ്ഞത് ഇത് രണ്ടായി കാണണം. ഔദ്യോഗികമായ നേതൃത്വത്തിൽ നിൽക്കുന്നവർ, ജനപ്രതിനിധികൾ, ഞങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് അങ്ങനെ ആരെങ്കിലും പറയുന്നുണ്ടോ? അപ്പുറത്തുള്ളവരെല്ലാം പറയാണ്. അപ്പുറത്തുള്ളവർ അങ്ങനെ ഒരു കൾച്ചറിനെ ഡെവലപ്പ് ചെയ്യുകയാണ്. അത് ആകാം എന്ന് പറയുകയാണ്. എൻ്റെ പ്രൊഫൈലിൽ നിന്ന് ഇല്ലെങ്കിൽ VT ബൽറാമിനോളം തുല്യമായ ഏതെങ്കിലും ഒരു തത്തുല്യമായ ഒരു പ്രൊഫൈലിൽ നിന്ന്, ഞാൻ സംഘടനാപരമായ കാര്യമാണ് പറയുന്നത്, ഒരു MLA അദ്ദേഹം ഒരു MLA നിന്ന്, CPMൻ്റെ ഒരു MLA നിന്ന് ഉണ്ടാകുന്നുണ്ടോ? ഒരു പാർട്ടി നേതൃത്വത്തിൽ നിന്ന് അത് ഉണ്ടാകുന്നുണ്ടോ? ഇല്ല. കേരളത്തിൻ്റെ ആദരണീയനായ പ്രതിപക്ഷ നേതാവ്, ഇപ്പോൾ അന്ന് പ്രതിപക്ഷ നേതാവായിരുന്നില്ല, അദ്ദേഹത്തിൻ്റെ പ്രൊഫൈലിൽ നിന്ന് ഒരു പച്ചത്തെറി വിളിച്ചു കമൻറ്റ് ബോക്സിൽ. കേരളത്തിൽ മറക്കാൻ പറ്റുമോ? പക്ഷെ അദ്ദേഹം നിരാകരിച്ചിരുന്നു. അദ്ദേഹം നിരാകരിച്ചതല്ല, അദ്ദേഹം പറഞ്ഞു അദ്ദേഹത്തിൻ്റെ പേജ് ഹാക്ക് ചെയ്തു എന്നാണ്. ജൻസിയോടും ഈ പുതിയ കാലത്തും പറയാൻ പറ്റുന്ന ഉത്തരമാണത്. ഒരു തരത്തിൽ അദ്ദേഹം റിഗ്രറ്റ് ചെയ്തില്ല. പോട്ടെ, ജോ ജോസഫിനെതിരെ വളരെ മോശപ്പെട്ടൊരു വീഡിയോ അന്ന് പ്രചരിപ്പിച്ചു. അതിനെ തള്ളിപ്പറഞ്ഞില്ല എന്ന് മാത്രമല്ല, കിട്ടിയാൽ ആരാ ഫോർവേഡ് ചെയ്തതെന്നാണ് ചോദിച്ചേ. അതാ ഞാൻ പറഞ്ഞത്. ഒരു സമൂഹത്തിൽ ഞങ്ങളുടെ കൂട്ടത്തിലുള്ള അല്ലെങ്കിൽ ഞങ്ങളുടെ ആൾക്കൂട്ടം, അത് സോഷ്യൽ മീഡിയയിലാകട്ടെ പൊതുനിരത്തിലാകട്ടെ, ഒരു തെറ്റായൊരു കാര്യം ചെയ്തു. ആ തെറ്റിനെ തള്ളിപ്പറയുക എന്നുള്ളതാണ് രാഷ്ട്രീയ നേതൃത്വം ചെയ്യേണ്ടത്. അത് ശരിയല്ല എന്ന് ധൈര്യമായ നിലപാട് സ്വീകരിക്കുക. ഞങ്ങളത് ചെയ്യുന്നവരാണ്.
ലീഡർഷിപ്പ് അത് പറയുന്നില്ല എന്ന് മാത്രമല്ല, ഞങ്ങളുടെ ആൾക്കൂട്ടം ഒരു തെറ്റായ പ്രവണത മുന്നോട്ട് വെച്ചാൽ ആ പ്രവണതയ്ക്കൊപ്പം ഞങ്ങളില്ല, അത് പിശകാണ്, തെറ്റാണ് എന്ന് പറയുന്നിടത്തല്ലേ പൊളിറ്റിക്സ്. കോൺഗ്രസും ഞങ്ങൾ തമ്മിലുള്ള വ്യത്യാസം അവിടെയാണ്. അവരോ ഇത് തിരുത്തേണ്ട ലീഡർഷിപ്പ് തന്നെ ഇതിൻ്റെ പ്രചാരകരായി മാറുന്നു. ഇപ്പോൾ ഉദാഹരണം ഞാൻ പറയാം, വീണ്ടും വി ടി ബൽറാമിലേക്ക് പോവുകയാണ്. അന്തരിച്ചു പോയ AKGയെ വളരെ മോശമായി ചിത്രീകരിച്ചത് ഏതെങ്കിലും ഒരു സൈബർ ഇടത്തിലെ കോൺഗ്രസ് മുഖമുള്ള ഒരാൾ ചെയ്യുകയും പിന്നീട് വി ടി ബൽറാം എൻഡോഴ്സ് ചെയ്യുകയും ചെയ്ത കാര്യമല്ല. വി ടി ബൽറാം തന്നെ പൈലറ്റ് ചെയ്യാണ്. അത് പാടുണ്ടോ? അങ്ങനെ ചെയ്യാൻ പാടുണ്ടോ? മുഖ്യമന്ത്രിയുടെ മകൾക്കെതിരെ ഇപ്പോൾ ഈ കൊണ്ടിറങ്ങിയിരിക്കുന്ന മുഴുവൻ ആരാണ്? കോൺഗ്രസിൻ്റെ ഒരു MLA ആണ്. ഞങ്ങളുടെ എല്ലാം കയ്യിൽ, ഞങ്ങളുടെ എന്ന് പറഞ്ഞാൽ അന്ന് ഞങ്ങളുടെ കൂട്ടത്തിലുണ്ടായിരുന്ന MLA-മാരുടെ കയ്യിൽ അന്നത്തെ നിങ്ങളുടെ മുഖ്യമന്ത്രിയുടെ എല്ലാം തന്നെ മകളുടെയും മകൻ്റെയും പല കാര്യങ്ങളും കൊണ്ട് ക്യൂ നിന്ന ആളുകൾ കൊണ്ടുവന്നല്ലോ. എന്താ ലെഫ്റ്റ് എടുത്ത നിലപാട്? അന്ന് CPIM-ൻ്റെ സംസ്ഥാന സെക്രട്ടറിയുടെ പേര് പിണറായി വിജയൻ എന്നാണ്. എന്താ അദ്ദേഹം വ്യക്തിപരമായി എടുത്ത നിലപാട്, പാർട്ടി എടുത്ത നിലപാട്? മക്കളെ വെച്ചല്ല രാഷ്ട്രീയം കളിക്കേണ്ടത്. ഇതായിരുന്നു ഒറ്റ വരി. ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ഞങ്ങളെ വേട്ടയാടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ കുടുംബത്തിനെതിരെ ഞങ്ങൾക്ക് വേണമെങ്കിൽ എടുത്തുയർത്താവുന്ന കാര്യങ്ങളുണ്ടായിരുന്നു. പക്ഷെ ഞങ്ങളിത് പറയില്ല. തിരുവഞ്ചൂരിനെ രാഷ്ട്രീയമായി എതിർക്കാം, ഉമ്മൻചാണ്ടി രാഷ്ട്രീയമായി എതിർക്കാം, ശ്രീ രമേശ് ചെന്നിത്തല രാഷ്ട്രീയമായി എതിർക്കാം. ഞാൻ ഉറപ്പിച്ച് പറയുന്നു, ശ്രീ VD സതീശൻ്റെ മകളെയോ ഭാര്യയോ തേടി ഞങ്ങൾ വരില്ല. K. സുധാകരൻ്റെ മകനെയോ ഭാര്യയോ തേടിയല്ല ഞങ്ങൾ പോകുന്നത്. അവരെന്ത് ചെയ്യുന്നു നോക്കിയിട്ടല്ല. ഞങ്ങൾ നിൽക്കുന്ന പൊളിറ്റിക്സ് ഇവർ പ്രതിനിധാനം ചെയ്യുന്ന പൊളിറ്റിക്സിനെ കടന്നാക്രമിക്കാനുള്ള രാഷ്ട്രീയമായ കരുത്ത്, അവരെ പ്രതിരോധിക്കാനുള്ള പൊളിറ്റിക്കൽ സെൻസ് ഞങ്ങൾക്കുണ്ട്. ഞങ്ങളത് ചെയ്യും. ഈ വാദം നിലനിൽക്കുമ്പോൾ തന്നെ സോഷ്യൽ മീഡിയയിൽ സമീപ മാസങ്ങളിലും വർഷങ്ങളിലൊക്കെ ഇപ്പോൾ മാധ്യമ പ്രവർത്തകർക്കെതിരെ മാപ്ര പ്രയോഗവും അതുപോലെ ഏതെങ്കിലും ഒരു വാർത്ത പുറത്തു കൊണ്ടുവന്ന് റിപ്പോർട്ടറെ അതല്ലെങ്കിൽ അവതാരകയൊക്കെ അവരുടെ കുടുംബത്തിലെ ഫോട്ടോയും അവരുടെ വാട്സപ്പ് നമ്പറൊക്കെ പബ്ലിക്കിലേക്ക് ഷെയർ ചെയ്ത് ഒരു സോഷ്യൽ ലിഞ്ചിങ് നടത്തുന്ന ഒരു സംവിധാനം ഉണ്ടല്ലോ. ഇത് പ്രത്യക്ഷത്തിൽ നേരത്തെ മെൻഷൻ ചെയ്തതുപോലെ ഇടതുപക്ഷത്തിൻ്റെ ഭാരവാഹികളോ അതല്ലെങ്കിൽ സംഘടനാ നേതൃസ്ഥാനത്തിരിക്കുന്ന ആളുകളോ അല്ലെങ്കിൽ കൂടെ അവരുടെയൊക്കെ ലേബൽ ഇടതുപക്ഷം എന്നുള്ളതാണ്. ഇത്തരം സംവിധാനങ്ങൾ പ്രോത്സാഹിപ്പിക്കപ്പെടേണ്ട എന്നുള്ള അഭിപ്രായം വ്യക്തിപരമായി മാധ്യമപ്രവർത്തകരെ എന്നുള്ളതല്ല, ഒരാളെയും രാഷ്ട്രീയമായും വ്യക്തിപരമായി പിന്തുടർന്ന് ആക്രമിക്കുന്നതിനകത്ത് ശരിയല്ല എന്നുള്ള നിലപാട് തന്നെയാണുള്ളത്. മാധ്യമപ്രവർത്തകർ എന്ന് പറയുന്നത് അതിനകത്ത് വേറൊരു തരത്തിൽ കാണണം. കേരളത്തിലെ മാധ്യമം വളരെ സിമ്പിളായൊരു കാര്യം ഞാൻ ചോദിക്കട്ടെ. 2014 ശേഷം എന്തുകൊണ്ടാണ് ഈ രാജ്യത്ത് ഏതെങ്കിലും ഗവൺമെൻറ് വിരുദ്ധ ഒരു അഴിമതി വാർത്ത പുറത്തു വരാത്തത്? ഇത് എൻ്റെ ചോദ്യമല്ല. YLF-ൻ്റെ ഉദ്ഘാടന വേദിയിൽ കനിമൊഴി ചോദിച്ച ചോദ്യമാണ്. ഞാൻ കനിമൊഴിയെ കോട്ട് ചെയ്യാണ്. അതൊരു പ്രസക്തമായ ചോദ്യമല്ലേ? എന്തുകൊണ്ട് വന്നില്ല? എവിടെ മാധ്യമങ്ങൾ? കേരളത്തിലെ മാധ്യമങ്ങൾ, കേരളത്തിൽ കടുത്ത മാധ്യമ വിമർശനം ആവശ്യമുണ്ട്, മാധ്യമ ലിറ്ററസി ആവശ്യമുണ്ട്. ഇവിടെ പ്രശ്നം എന്താ? കേരളത്തിലെ മാധ്യമങ്ങളും മാധ്യമപ്രവർത്തകരും അവരുടെ വാർത്തയുടെ നൈമിഷികതയും ഓവർ സെൻസിറ്റീവായിട്ട് കാണിക്കുന്ന ഇക്കാര്യങ്ങളും എക്സ്പോസ് ചെയ്യപ്പെടുമ്പോഴാണ് സ്വാഭാവികമായി ഈ പേര് ഉയർന്നു വരുന്നത്. മാപ്ര എന്ന് വിളിക്കുന്നത് ഞാനിതൊരു ആരെയും വിളിച്ചിട്ടില്ല, ഇപ്പോൾ വിളിക്കാൻ നിർബന്ധരായി വിളിക്കുന്നതാണ്, കോട്ട് ചെയ്തെന്ന് മാത്രമാണ്. അതൊരു കോമണായി ഉയർന്നു വന്നൊരു പ്രയോഗമാണ്. അത് CPM അനുഭാവികളും മാത്രമാണ് വിളിക്കുന്നത് തോന്നുന്നുണ്ടോ? അല്ല, തുടങ്ങി വെച്ചത് ആയിരിക്കാം. അതെല്ലാവരും ഏറ്റെടുത്തു. അതെന്തുകൊണ്ട് അതിന് മാർക്കറ്റ് കിട്ടി, എന്തുകൊണ്ട് അത് ഏറ്റെടുത്തു എന്നുള്ളതാണ് ഒന്ന്. രണ്ടാമത്തെ അത് എനിക്കുള്ള ഏറ്റവും വലിയ താങ്കൾ പറയുന്നതിനോട് യോജിക്കുന്നൊരു, വ്യക്തിപരമായി മാധ്യമപ്രവർത്തകരെയും ആക്രമിക്കാൻ പാടില്ല. പക്ഷേ അവരുടെ പൊളിറ്റിക്സിനെ തുറന്നു കാണിക്കുമ്പോൾ ഒരു അസഹിഷ്ണുതാവാനും പാടില്ല. ഒരു മാധ്യമപ്രവർത്തകൻ ഇല്ലെങ്കിൽ ഒരു ചാനൽ നിരന്തരമായി ഒരു വസ്തുതാവിരുദ്ധമായ കമ്മ്യൂണിസ്റ്റ് വിരുദ്ധ വാർത്ത ചെയ്യുന്നു, അതിലൊരു വസ്തുതയുമില്ല, അത് തുറന്നു കാണിക്കുമ്പോൾ അസഹിഷ്ണുതയും പാടില്ല. അത് ചാനൽ മുറിക്കകത്തും ചർച്ചയ്ക്കിടയിലും അസഹിഷ്ണുത പാടില്ല, പുറത്തും അസഹിഷ്ണുത പാടില്ല. അത് വളരെ പ്രസക്തമല്ലേ? അപ്പോൾ അവരെ തുറന്നു കാട്ടപ്പെട്ടു. കേരളത്തിലെ മാധ്യമങ്ങൾ ഈ കഴിഞ്ഞൊരു 10 വർഷമാകട്ടെ 5 വർഷമാകട്ടെ പ്രൊഡക്റ്റീവായി ഇടപെട്ട കൊണ്ടുവന്നൊരു വാർത്ത, ഞങ്ങൾക്കെതിരെയാണെങ്കിൽ പോലും കൊണ്ടുവന്നൊരു വാർത്ത ഒരെണ്ണം പറഞ്ഞത്, മേലനങ്ങാതെ പണിയെടുക്കുന്ന ഒരു വിഭാഗം മാധ്യമപ്രവർത്തകരാണ്.
വാട്സപ്പിൽ വരുന്നത് അതുപോലെ വിളിച്ചു പറയുന്നവരാണ്. അതിൻ്റെ അപ്പുറമേത് ഇപ്പുറമേത് എന്താണെന്ന് പോലും നോക്കാതെ പ്ലാന്റഡായിട്ട് വാട്സപ്പിൽ ഒരു ബ്രേക്കിംഗ് ടെസ്റ്റ് ഇട്ട് കൊടുത്താൽ അതുപോലെ ഒരാൾക്ക് കിട്ടുന്നത് അടുത്ത ആൾക്ക് കൊടുത്തു. മത്സരമാണല്ലോ ഇത്. എന്ത് ഫോളോ അപ്പാണ് എന്തിനാണ് നടത്തിയിട്ടുള്ളത്? എന്തെങ്കിലും വസ്തുത അന്വേഷിച്ചിട്ടാണോ പോയത്? വാർത്തയുടെ മറുപുറം തേടുക എന്നതുകൂടിയല്ലേ മാധ്യമപ്രവർത്തകർക്ക്? അങ്ങനെ പോയ എത്ര മാധ്യമ സ്ഥാപനങ്ങളുണ്ട്, എത്ര ഇൻസിഡൻസ് ഉണ്ട് ഒരു ഇവൻ്റ് പറ. അപ്പോൾ സ്വാഭാവികമായിട്ടും അങ്ങനെ പോകുന്ന ആളുകൾ എക്സ്പോസ് ചെയ്യപ്പെടും. ഇത് സോഷ്യൽ മീഡിയയുടെ കാലത്തല്ലേ. ഇപ്പോൾ കണ്ടൻറ്റുള്ള വാർത്തകൾ ചെയ്യാൻ ഈസി. അതേസമയം ധ്രുവറാത്തിയെ ചൂണ്ടി ആരും മാപ്രാന്ന് വിളിക്കുന്നില്ലല്ലോ. ധ്രുവറാത്തിയെ ആരെങ്കിലും അങ്ങനെ, രവീഷ് കുമാറിനെ അങ്ങനെ ആരെങ്കിലും വിളിക്കുന്നുണ്ടോ? ഈ കാലത്ത് തന്നെയുള്ള മാധ്യമപ്രവർത്തകരല്ലേ അവരെല്ലാം. ഈ കേരളത്തിൽ തന്നെ അങ്ങനെയുള്ള എത്രയോ ശരിയായ നിലയിൽ വാർത്താ മാധ്യമ പ്രവർത്തനത്തെ നോക്കിക്കാണുന്ന ആളുകളുണ്ട്. ഞാൻ എല്ലാവരെയും പറയല്ല. ഞാൻ ഒരു വ്യക്തിപരമായി ഒരു മാധ്യമപ്രവർത്തകനെയും വ്യക്തിപരമായി ഞാൻ അവരെ കുറ്റപ്പെടുന്നില്ല. അവരുടെ സമ്മർദ്ദമാണ്. അവർ ജോലി ചെയ്യുന്ന സ്ഥാപനങ്ങൾ തമ്മിലുള്ള മത്സരം കിടമത്സരമാണ്. കിടമത്സരം എന്ന വാക്കെല്ലാം പഴകിപ്പോയി. പുതിയതായി ഇനി വാക്ക് കണ്ടെത്തണം. അത്ര വലിയ മത്സരമാണ്, വൃത്തികെട്ട മത്സരമാണ്. 2, അതിനനുസരിച്ച് ആ ഓട്ടത്തിനിടയിൽ പഠിക്കാനും ലേൺ ചെയ്യാനും താൻ തന്നെ കൊണ്ടുവരുന്നൊരു വാർത്തയെ ഫോളോ ചെയ്യാനും പറ്റുന്ന ഒരു എക്കോസിസ്റ്റമല്ല ഇന്ന് കേരളത്തിലെ മാധ്യമ സമൂഹത്തിലുള്ളത്. ഈ രാജ്യസഭയിലെ പ്രസംഗങ്ങളിൽ സമീപകാലത്ത് ദേശീയ തലത്തിലേറെ ചർച്ചയായ കാര്യമായിരുന്നു ഈ സ്വിഗ്ഗി സൊമാറ്റോ പോലെയുള്ള ഡെലിവറി ബോയ്സിൻ്റെ അവരുടെ ഒരു അരക്ഷിതാവസ്ഥ എന്നുള്ളത്. സ്വാഭാവികമായി അവർ ഒരു തൊഴിലാളി എന്നുള്ള രൂപത്തിലേക്കുള്ള പരിഗണന സമയക്രമത്തിലോ അലവൻസിലോ അവർക്ക് ലഭിക്കുന്നില്ല എന്നുള്ളത്. അതിൻ്റെ ഡാറ്റാബേസ് വെച്ചിട്ടുള്ള ആ സംസാരം ദേശീയ തലത്തിൽ ഒരുപാട് ചർച്ച ചെയ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഒരു സ്റ്റാറ്റസ് എന്താണ് എന്നുള്ളത്. ഒപ്പം അത്തരം ഒരു ആലോചന വരുന്നത് ഏത് ഘട്ടത്തിലാണ്? പല തരത്തിലാണ്. ഒന്ന് വെച്ചാൽ DYFI കേന്ദ്ര കമ്മിറ്റി വളരെ ഗൗരവമായി തന്നെ ഈ കാര്യങ്ങൾ ചർച്ച ചെയ്തു. പല സന്ദർഭങ്ങളിൽ ചെയ്തിട്ടുണ്ട്. അതിൽ സമീപകാലത്ത് ഞങ്ങൾ ഇക്കാര്യത്തിൽ ഗൗരവമായ ചർച്ച നടത്തി. ഒരു മോഡേൺ സ്ലേവറി എന്ന് വേണമെങ്കിൽ പറയാം. മോഡേൺ സ്ലേവറി എന്ന ടെർമിനോളജി എന്ന പദം ഇതിനെ മാത്രം ഉദ്ദേശിച്ചുകൊണ്ടല്ല, കുറച്ചുകൂടി വിശാലമായ അർത്ഥത്തിലാണ്. പക്ഷേ ഇതുകൂടി ഉൾപ്പെടുത്താം. നിങ്ങൾ ആലോചിച്ചൊക്കെ എങ്ങനെയാണ് പുതിയ കാലത്ത് അടിമത്തം രൂപപ്പെടുന്നത്. ഒരു വശത്ത് വലിയ തോതിലുള്ള തൊഴിലില്ലായ്മ, ലിവിങ് എക്സ്പെൻഡിച്ചർ കൂടുന്നു. 2 എവിൾസിൻ്റെ മുമ്പിലാണ് മനുഷ്യർ. ഈ പുതിയ തലമുറ അങ്ങ് പറഞ്ഞ ജെൻസി, പുതിയ തലമുറ 2 ജെൻസിയും അല്ലാതെയുള്ള അതിന് മുമ്പുള്ള യൂത്തും എന്താ, ഒന്ന് EMI, മറ്റൊന്ന് സിബിൽ സ്കോർ. ഈ 2ൻ്റെയും നടുവിലാണ്. ലിവിങ് എക്സ്പെൻഡിച്ചർ കൂടുകയാണ്. അപ്പോൾ ഇതിലെങ്ങനെയാണ് ഇവരെ ചൂഷണം ചെയ്യുന്നത്? വലിയ തോതിലാണ്. ഇത് ഞങ്ങൾ വളരെ ഗൗരവമായി എടുക്കാൻ വേണ്ടി തീരുമാനിച്ചു. അതിൽ ഒരു വലിയ ഇന്ധനമായി മാറിയൊരു സംഭവം ഏണസ്റ്റ് ഡെങ്കിൽ ജോലി ചെയ്തിരുന്ന അന്ന സെബാസ്റ്റ്യൻ്റെ മരണമാണ്. ഒരു ഐ ഓപ്പണർ അതായിരുന്നു. ഞങ്ങളതിനു മുമ്പേ ചർച്ച ചെയ്യുന്നുണ്ട്. ഞങ്ങൾ ഇക്കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ട്, ഡേറ്റകൾ സമാഹരിക്കുന്നുണ്ട്. ഇതിനു മുമ്പും ഈ ഗിഗ് വർക്കേഴ്സിൻ്റെ പ്രശ്നം ഞാൻ തന്നെ പാർലമെൻറ്റിൽ ഉന്നയിക്കുന്നുണ്ട്. അന്നയ്ക്ക് മുമ്പും ഞങ്ങളിതിൻ്റെ പിന്നാലെ ഉണ്ട്. പക്ഷേ അതിന് കുറേ കൂടി ഇന്ധനമായി മാറിയൊരു സംഭവം ഈ അന്ന സെബാസ്റ്റ്യൻ്റെ അമ്മ എഴുതിയ കത്താണ്. അത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഒരന്നയാണോ? അല്ല. അപ്പോൾ 2 കാര്യങ്ങൾ, തൊഴിലുമായി ബന്ധപ്പെട്ട് പുതിയ കാലത്തെ ചൂഷണങ്ങൾ ഞങ്ങൾ പഠിക്കാനും ചർച്ച ചെയ്യാനും തുടങ്ങി. അതിൻ്റെ ഫലമായിട്ടാണ് DYFI നടത്തിയ ആ ചർച്ചകളുടെ ഫലമാണ് ഈ പറയുന്ന ഇടപെടലുകൾ. അത് സ്വിഗ്ഗി സൊമാറ്റോയുടെ മാത്രമല്ല, അതിനു മുമ്പ് വന്ന വർക്ക് ലൈഫ് ബാലൻസിൻ്റെ പ്രശ്നം, റൈറ്റ് ടു ഡിസ്കണക്ട് എന്നുള്ളത് ആദ്യമായി മുന്നോട്ട് വെക്കുന്നുണ്ടല്ലോ. അതെ, തീർച്ചയായും അത് പാർലമെൻറ്റിൽ അത് ഉന്നയിക്കാൻ, അങ്ങനെ ഒരു റൈറ്റ് ടു ഡിസ്കണക്ട് എന്ന് പറയുന്നത് പാർലമെൻറ്റിൽ ആദ്യമായി ഉന്നയിക്കാൻ ഒരു DYFIക്കാരന് കഴിഞ്ഞു എന്നുള്ളത് അഭിമാനകരവും സന്തോഷകരവും മാതൃകാപരം കൂടി. കാരണം അതൊരു IT മേഖലയ്ക്ക് മാത്രമുള്ള കാര്യമല്ല. ഈ തൊഴിൽ മേഖലയിൽ ഉള്ള ആശങ്ക പലപ്പോഴും ഞാൻ അനുഭവിക്കുന്നത് ഒരു വർക്ക് പ്രഷറാണോ എന്നുള്ളത് അറിയാത്ത വലിയൊരു സൊസൈറ്റി ആളുകൾ കൂടെ നിലനിൽക്കുന്നുണ്ടല്ലോ. തീർച്ചയായിട്ടുമാണ്. ഞാനിത് 2ഉം പറയാം. ഒന്ന്, ഗിഗ് വർക്കേഴ്സിൻ്റെ കാര്യത്തിലേക്ക് വന്നാൽ, ഈ ഗിഗ് എന്ന് പറയുന്നത് തന്നെ യൂറോപ്യൻ രാജ്യങ്ങളിൽ പാട്ടും കാര്യങ്ങളുമെല്ലാം നടക്കുമ്പോൾ, സംഗീത പരിപാടികൾ നടക്കുമ്പോൾ അതിൽ ഏതെങ്കിലും ഒരു കാര്യം വായിക്കാൻ വേണ്ടി മാത്രം, ഒരു മ്യൂസിക്കൽ വേണ്ടി മാത്രമായിട്ട് ഒരാളെ വിളിക്കും. അപ്പോൾ അയാൾക്ക് വേറെ ജോലി ഉണ്ടാകും.
അയാൾ വന്ന് ഈ പീസ് വർക്ക് ചെയ്തിട്ടോ, പീസ് വർക്കാണ്, ഈ പീസ് വർക്കിനെയാണ് ഗഗ്, അങ്ങനെയാണ് ഇന്ന് ലളിതവൽക്കരണം കൂടെ നടക്കുന്നത്. അപ്പോൾ ഇത് യഥാർത്ഥത്തിൽ ഈ പീസ് വർക്കാണ്. ഇവരെ ലേബറായി പരിഗണിക്കുന്നില്ല എന്നുള്ളതാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഇവരെ പലരും വിളിക്കുന്നത്, ഇപ്പോൾ റാപ്പിഡോ എന്ന് പറയുന്ന ആപ്പ് ഇവരെ വിളിക്കുന്നത് ക്യാപ്റ്റൻസ് എന്നാണ്. ഇവർ സ്വിഗ്ഗിയോ സൊമാറ്റോ മറ്റോ വിളിക്കുന്നത് നമ്മുടെ പാർട്ട്നേഴ്സ് എന്നാണ്. അവർ ലേബറല്ല, ഇവർക്ക് ഒരു ആനുകൂല്യമില്ല. പ്രയോഗത്തിലെ സൗന്ദര്യം എന്ന് പ്രയോഗത്തിലെ സൗന്ദര്യം മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇവരുടെ എന്ത് വലിയ എക്സ്പ്ലോയിറ്റേഷനാണ്. എന്തുകൊണ്ട് എന്നിട്ടും ഇതിൽ പോകാൻ ചെറുപ്പം തയ്യാറാകുമെന്ന് ചോദിച്ചാൽ ഞാൻ ആദ്യം പറഞ്ഞ EMI സിബിൽ സ്കോർ നിൽക്കുമ്പോഴാണ്. നമ്മൾ കുറച്ചും കൂടി ഗൗരവ രൂപത്തിൽ ഒരു വിപുലമായി ഇതിന് അഡ്രസ്സ് ചെയ്യപ്പെടേണ്ട ഒരു സാഹചര്യം കൂടെ അതിക്രമിച്ചിട്ടുണ്ട് എന്നുള്ളത് കൂടെ ഉണ്ട്. തീർച്ചയായും നീതി ആയോഗിൻ്റെ പ്രൊജക്ഷൻ ഞാൻ ആ പ്രസംഗത്തിൽ പറയുന്നുണ്ട്. 2.3 crore സബ്ജക്റ്റ് കറക്ഷൻ ആയി മാറാൻ പോവുകയാണ് ഈ വരുന്ന 2030 കൂടി. ഇത് അവരുടെ ഒരു ഏകദേശ പ്രൊജക്ഷനാണ്. ഇപ്പോൾ ഈശ്രം പോർട്ടലാണ് ഇതുമായി ബന്ധപ്പെട്ടവർ രജിസ്റ്റർ ചെയ്യേണ്ട ഗവൺമെൻറ്റിൻ്റെ പോർട്ടൽ. അതിൽ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് ഇതിനേക്കാൾ കൂടുതലാണ്. പക്ഷേ എന്തായാലും തന്നെയും 2.3 crore. ഞാൻ പറയുന്നത് ഇങ്ങനെ പോകുമ്പോൾ ഇവർക്കുള്ള എന്ത് സോഷ്യൽ സെക്യൂരിറ്റി ആസ്പെക്റ്റാണ് നമ്മുടെ രാജ്യത്ത് ഇന്ന് നിലനിൽക്കുന്നത്? കടുത്ത ചൂഷണമാണ്. ഇവരുടെ തന്നെ ലിവിങ് എക്സ്പെൻഡിച്ചർ, ഇവരുടെ തന്നെ വർക്കിംഗ് എക്സ്പെൻഡിച്ചർ കൂടുന്നതിനനുസരിച്ച് ഇവരുടെ വരുമാനം കൂടുന്നില്ല. കടുത്ത ചൂഷണമാണ്. അപ്പോൾ ഈ ചൂഷണത്തിനെതിരെ ശബ്ദമുയരേണ്ടത്, ഒരു കോംപ്രഹെൻസീവായ ലോ ഉണ്ടാകേണ്ടത് ഇവരെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ടതാണ്. ഗവൺമെൻറ് പരിഗണനയിലേ ഇതൊന്നും വരുന്നില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ഇത് പരിഹരിക്കുന്നതിനുള്ള സമഗ്രമായ പദ്ധതികൾ ഗവൺമെൻറ് അടുത്തുള്ള ഒന്നാമത്തെ പദ്ധതി തൊഴിലില്ലായ്മ പരിഹരിക്കുക എന്നുള്ളതാണ്. സ്ഥിരം തൊഴിലവസരങ്ങൾ ഉണ്ടാക്കുക എന്നുള്ളതാണ്. ഇനി റൈറ്റ് ടു ഡിസ്കണക്റ്റിൻ്റെ കാര്യത്തിലേക്ക് വന്നാൽ അന്നാ സെബാസ്റ്റ്യനെ നമ്മൾ പറഞ്ഞു. ഇത് വീണ്ടും ചർച്ച ചെയ്യാൻ കാരണം DYFI വീണ്ടും ഇത് ലൗട്ടായി എടുക്കാൻ കാരണം ഇക്കഴിഞ്ഞ എക്കണോമിക് സർവേ റിപ്പോർട്ടിൽ വർക്കിംഗ് ടൈം കൂട്ടണം എന്നുള്ള സർവേ വന്നിട്ടുണ്ട് എന്നാണ് എക്കണോമിക് സർവേ റിപ്പോർട്ട് സജസ്റ്റ് ചെയ്യുന്നത്. ലെഫ്റ്റ് അല്ലാത്ത കേരളത്തിലൊഴികെ നിങ്ങൾ ആലോചിക്കണം, തൊട്ടപ്പുറത്ത് കർണാടകയുൾപ്പെടെ 7 സംസ്ഥാനങ്ങൾ അത് നടപ്പിലാക്കി കഴിഞ്ഞു. ആ നടപ്പിലാക്കിയത് കോട്ട് ചെയ്തുകൊണ്ടാണ് എക്കണോമിക് സർവേ പറയുന്നത് ബാക്കിയുള്ള സ്റ്റേറ്റും കൂട്ടുന്നത്. അതിനെതിരെ കർണാടകയിൽ IT എംപ്ലോയീസ് യൂണിയൻ നടത്തിയത് ഐതിഹാസികമായ സമരമാണ്. അതിൻ്റെ ഭാഗമായി ഗവൺമെൻറ്റിന് ആ തീരുമാനം കെപ്റ്റ് ഇൻ അബെയൻസിൽ മരവിപ്പിച്ച് വെക്കേണ്ടി വന്നു. അപ്പോൾ റൈറ്റ് ടു ഡിസ്കണക്ട് നിങ്ങൾ നോക്കൂ, ആലോചിച്ച് നോക്കൂ. ഈ വർക്ക് ലൈഫ് ബാലൻസുമായി ബന്ധപ്പെട്ട് ഇൻ്റർനാഷണൽ ലേബർ ഓർഗനൈസേഷൻ്റെ തന്നെ സ്റ്റഡി പുറത്തു വന്നിട്ടുണ്ട്. ആ സ്റ്റഡിക്കകത്ത് പറയുന്നത് നമ്മുടെ രാജ്യത്തെ 89% എംപ്ലോയീസും ജോലി സമയത്തിനപ്പുറത്ത് അവർ വിനിയോഗിക്കപ്പെടുന്നു എന്നുള്ളതാണ്. ഏറ്റവും അധികം ഒരു ആഴ്ചയിൽ 49 മണിക്കൂർ, ഒരാഴ്ചയിൽ 49 മണിക്കൂർ നമ്മുടെ രാജ്യത്തെ 51% ജീവനക്കാരും എംപ്ലോയീസും ജോലിയെടുക്കുന്ന രാജ്യമാണ് ഇന്ത്യ. ഇത് വേൾഡ് ലേബർ ഓർഗനൈസേഷൻ്റെ ILOയുടെ ഇൻ്റർനാഷണൽ ലേബർ ഓർഗനൈസേഷൻ്റെ സ്റ്റഡി റിപ്പോർട്ടാണ്. ഇവിടെ വേറൊരു ബാംഗ്ലൂർ ബേസ് ചെയ്തിട്ടുള്ള വേറൊരു ഏജൻസി പുറത്തുവിട്ട് വേറൊരു കണക്കുണ്ട്. ഈ നമ്മുടെ രാജ്യത്തെ ഈ ജോലിക്കാരിലെ 25 വയസ്സിന് താഴെയുള്ള ചെറുപ്പക്കാരികളുടെ 80-90%, എനിക്ക് ആ ശതമാനത്തിൻ്റെ ഈ ഫിഗറിൽ സംശയമുണ്ട്, ആൻസൈറ്റി ഡിസീസ് ആണ്. അപ്പോൾ എങ്ങനെയാണ് ഇവരിതിനെ നേരിടുക? എത്ര വലിയ ചൂഷണമാണ് നടക്കുന്നത്? ഇത് ലോകമാകെ ഈ പ്രശ്നം ഉയർന്നു വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ തിരഞ്ഞാൽ കാണാൻ കഴിയും, വി ഡോണ്ട് വാണ്ട് പിസ, വി വാണ്ട് ഡിഗ്നിഫൈഡ് സാലറി എന്ന സ്ലോഗൻ കാണാൻ കഴിയും. ഈ അഡീഷണലായിട്ടുള്ള നിങ്ങളുടെ ജോലിക്ക് ഇപ്പോൾ എക്കണോമിക് സർവേ റിപ്പോർട്ട് പറയുന്നത് വർക്കിംഗ് ടൈം കൂട്ടുമ്പോഴേക്കും ശമ്പളം കൂടും. അപ്പോൾ എംപ്ലോയിയുടെ ഏണിംഗ് കപ്പാസിറ്റി കൂടും, പ്ലസ് അവരുടെ പർച്ചേസിങ് കപ്പാസിറ്റിയും കൂടുമെന്നാണ്. ഏണിംഗ് കപ്പാസിറ്റി കൂടുന്നില്ല. ഇതേ എക്കണോമിക് സർവേ റിപ്പോർട്ട് തന്നെ പറയുന്നുണ്ട് വേജ് സ്റ്റാഗ്നേഷൻ പോയിന്റിൽ നിൽക്കുകയാണ്. കോർപ്പറേറ്റ് ലാഭം ഉയരുന്നുണ്ട്, പക്ഷേ ഇതിൽ ജോലിയെടുക്കുന്ന ചെറുപ്പക്കാരുടെ വരുമാനം ഉയരുന്നില്ല. ഇപ്പോൾ കഴിഞ്ഞ ആഴ്ച തന്നെ കുക്കിംഗ് ഗ്യാസിൻ്റെ വില എത്രയാണ് കൂടിയത്? ഈ കഴിഞ്ഞ ആഴ്ച, നമ്മൾ ഇരിക്കുന്ന ആഴ്ച, അത് ഇന്ത്യയിലെ ഓരോ മനുഷ്യൻ്റെയും ജീവിത ചെലവിൽ എത്രമാത്രം വർധനവുണ്ടാക്കും? ആ വർധനവിന് ആനുപാതികമായി ശമ്പള വർധന ഉണ്ടാകുന്നുണ്ടോ? കഴിഞ്ഞ മാസം വാങ്ങിയ അതേ ശമ്പളം കൊണ്ട് തന്നെ ഈ ഉയർന്ന ജീവിത ചെലവ് കൂടി ഇയാൾ മീറ്റ് ചെയ്യേണ്ടി വരികയാണ്. ഇത് വളരെ പ്രധാനപ്പെട്ടൊരു ചോദ്യമാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഇന്ത്യയിൽ 1,29,000 ഒഴിവുകൾ തസ്തികകളാണ് ലോക്കോ പൈലറ്റ് ആയിട്ടുള്ളത്. ലോക്കോ പൈലറ്റ്
അതിലെ 20,000-ലധികം തസ്തികകൾ ഒഴിഞ്ഞെടുക്കുകയാണ്. ഇന്ത്യയിലെ പൊതുമേഖലാ ബാങ്ക് മുഴുവൻ പൊതുമേഖലാ ബാങ്കുകളിലുമായിട്ട് 10 വർഷങ്ങൾക്ക് മുൻപുണ്ടായിരുന്നത് 7,40,000-ത്തിലധികമായിരുന്നുവെങ്കിൽ ഇപ്പോഴത് 6,40,000, 1 ലക്ഷത്തിൻ്റെ കുറവ് അതിൽ കാണാൻ കഴിയും. ഇനി അതേസമയം സ്വകാര്യ ബാങ്കിങ് മേഖലയിൽ എണ്ണം കൂടിയിട്ടുണ്ട്. ബാങ്കിങ് മേഖലയിൽ ഇപ്പോഴെങ്ങനെയാണ് പുതുതായിട്ട് ആളെ എടുക്കുന്നത്? അപ്രൻറ്റീസായിട്ടാണ്. പോട്ടെ, സൈന്യത്തിൽ എങ്ങനെയാണ് എപ്പോഴും ആളെ എടുക്കുന്നത്? ഏതാണ്ട് അപ്രൻറ്റീസ് പോലെയാണ് അഗ്നിപഥ്. സ്ഥിരം നിയമനങ്ങളില്ല. അപ്പോൾ കോൺട്രാക്ച്വലൈസേഷൻ, പെൻഷൻ പറ്റിയവർക്ക് പുനർനിയമനം. ഇന്ത്യൻ റെയിൽവേയിൽ ഇക്കഴിഞ്ഞ 2024 ഒക്ടോബർ മാസം 15-ാം തീയതി പുറത്തിറക്കിയ ഉത്തരവ് പ്രകാരം പെൻഷൻ പറ്റിയവർക്ക് പുനർനിയമനം കൊടുക്കുകയാണ്. അങ്ങനെ വരുമ്പോൾ ഇന്ത്യയുടെ ജോബ് മാർക്കറ്റിൽ സ്ഥിരം തൊഴിലുകൾ ഇല്ലാതാകുന്നു. സ്ഥിരം തൊഴിലുകൾ ഇല്ലാതെ വരുന്നു, ജീവിത ചെലവ് കൂടുകയും ചെയ്യുന്നു. എന്ത് ചെയ്യും? ഒരൊറ്റ വഴിയേ ഉള്ളൂ. ആ വഴി ഒരു ആപ്പ് എടുത്ത് പിടിച്ച് ഊബറിൻ്റെയും സൊമാറ്റോയുടെയും പിറകെ പോവുക, റാപ്പിഡോയുടെ പിറകെ പോവുക. അവിടെ കൊടിയ ചൂഷണമാണ്. ഇനി ജോലിയുടെ മൊത്തത്തിലുള്ള സ്ഥിരം ജോലികൾ ഇല്ലാതാകുന്ന ഒരു സാഹചര്യത്തിൽ ഇത്തരത്തിലുള്ള ബാങ്കിങ് മേഖല, ഇൻഷുറൻസ് മേഖല, IT മേഖല, അതല്ലെങ്കിൽ ഏണസ്റ്റ് ആൻഡ് യങ് പോലെയുള്ള അത്തരം മേഖലകൾ, കൺസൾട്ടൻസി സർവീസുകൾ, ഈ പുതിയ ജോബ് മാർക്കറ്റിലെ പുതിയ സംവിധാനങ്ങളിലൊക്കെ ആവശ്യത്തിലധികം ആളെ കിട്ടും. ചെറിയ ശമ്പളം, അവിടെ പട്ടിപ്പണിയെടുക്കാൻ ആളെ കിട്ടും. ചെറിയ ശമ്പളത്തിന് അവർ നിർബന്ധിതരാവുകയാണ്. അവിടെയാണ് റൈറ്റ് ടു ഡിസ്കണക്ട് എന്നുള്ളത് ഇന്നത്തെ പുതിയ കാലത്തെ മുദ്രാവാക്യമാണ്. DYFI അത് ഏറ്റെടുക്കണം. റൈറ്റ് ടു ഡിസ്കണക്ട് ചർച്ച ചെയ്യപ്പെടേണ്ടതാണ്. ഞങ്ങൾ അതിനുവേണ്ടി പാർലമെൻറ്റിനുള്ളിൽ ശബ്ദമുയർത്തിയത് മാത്രമല്ല പുറത്തും ശബ്ദമുയർത്തും. ഇപ്പോൾ ബാംഗ്ലൂരിലെ IT പാർക്കുകളിൽ വലിയ സമരമാണ്, പ്രതീക്ഷാ നിർഭരമായ സമരവും മുദ്രാവാക്യങ്ങളും ഉയർന്നു വരുന്നുണ്ട്. DYFIയുടെ അഖിലേന്ത്യാ പ്രസിഡന്റ് എന്നുള്ള നിലയിലും MP എന്ന നിലയിലും ഞാൻ അവരെ പോയി കണ്ടിരുന്നു. DYFIയുടെ കർണാടക സംസ്ഥാന സെക്രട്ടറിയും പ്രസിഡൻറ്റും ഞാനും അവരുമായി മണിക്കൂറുകൾ നീണ്ട സംഭാഷണം നടത്തിയിരുന്നു. അത് അവിടെ കൊണ്ട് അവസാനിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. ചെന്നൈയിൽ, കൊൽക്കത്തയിൽ, ബോംബെയിൽ ഈ ഗ്രൂപ്പുകളുമായി, ഇത്തരം ആളുകളുമായി ചർച്ച ചെയ്ത് സംസാരിക്കാനാണ്, ആശയവിനിമയം നടത്താൻ. അങ്ങനെ മുൻപോട്ട് പോകാനാണ് DYFI ഉദ്ദേശിക്കുന്നത്.